السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഹദീസ് ക്ലാസ് റിയാദു സാലിഹിൻ ഇതിലെ 41ാമത്തെ ബാബ് ഇന്ന് വിവരിക്കപ്പെട്ടത്. ബാബു തഹരീമിൽ ഉഖൂഖി ഖതിയത്തി റഹ്ം. മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുക എന്നത് ഹറാമാണ്, അതുപോലെ കുടുംബബന്ധം മുറിക്കുക എന്നതും ഹറാമാണ് എന്ന് വിവരിക്കുന്ന ബാബ്. മുന്നത്തെ ഞങ്ങളുടെ വിഷയം എന്തായിരിക്കല്? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, കുടുംബബന്ധം ചേർക്കുക എന്ന വിഷയമായിരിക്കണം. അപ്പൊ ആ മാതാപിതാക്കൾക്ക് ഇടങ്ങേറാക്കുക എന്നത് ഹറാമാണ്, കുടുംബബന്ധം മുറിക്കൽ ഹറാമാണ്. അതിന്റെ ഗൗരവം വിവരിക്കല് ബാബായിട്ടിക്കല്. ഇത് തുടക്കത്തിൽ തന്നെ ചില ആയത്തുകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അത് ഈ മാതാപിതാക്കൾക്ക് ഇടങ്ങേറാക്കുന്നതോ അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്നതോ തെറ്റാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അതിലെ ഗൗരവം വിവരിച്ച ആയത്തുകളായിട്ട് തുടക്കത്തിൽ കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്ത് വിശദീകരിച്ച് പിന്നെ ഹദീസുകളിലേക്ക് കടക്കാം. ഖാല അല്ലാഹു തആല فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم. സൂറത്ത് മുഹമ്മദിലെ 22 23ാമത്തെ ആയത്ത്. നിങ്ങൾ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭൂമിയിൽ ഫസാദാക്കുകയും കുടുംബബന്ധം മുറിക്കുകയും നിങ്ങൾ മെയ്യാവും. കുടുംബബന്ധം മുറിക്കാറ്, ഭൂമിയിൽ ഫസാദാക്കാറ്. എന്നിട്ടല്ലേ അല്ലാഹു തആല ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, അക്കൂട്ടർ അല്ലാഹു ലഅനത്ത് ചെയ്തത്. ഫഅസമ്മഹും, അങ്ങനെ അല്ലാഹു പിന്നെ കാത് കേൾക്കാത്തത് പോലെ ആക്കിര. വഅമ അബ്സാറും, കണ്ണട അല്ലാഹു കുരുടാക്കിര. ആ ചൊന്നതിന്റെ അർത്ഥം ആ ആയത്തിൽ ഫസ്റ്റ് കേന്ദ്രേ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് പടക്കാക്കുക. മാത്രമല്ല കുടുംബബന്ധം നിങ്ങൾ മുറിക്കുക. അങ്ങനത്തെ ആളുമാർക്ക് അള്ളാഹു ലഅനത്ത് ചെയ്ത. അപ്പൊ കുടുംബബന്ധം മുറിക്കുക എന്ന ഒരു വിഭാഗത്തിൽ എന്നിട്ട് അള്ളാഹു താല ചൊന്നര അങ്ങനെ കാത് കേൾക്കാത്തൊന്നെങ്കിൽ അങ്ങ് കാത് കേൾക്കില്ലാത്തുള്ള അർത്ഥമല്ല, ഹക്ക് അങ്ങ് ഉൾക്കൊള്ളില്ല എന്നർത്ഥം. അങ്ങ് എത്ര നല്ലത് ചെന്നെങ്കിലും അങ്ങ് അത് സ്വീകരിച്ചോളൂല്ല. എത്ര നല്ലത് കണ്ടെങ്കിലും അതങ്ങ് സ്വീകരിച്ചോല്ല, അങ്ങ് അത് ഉൾക്കൊള്ളില്ല. അതായിട്ട് ഫഅസമ്മഹും, അങ്ങനെ അള്ളാഹു കാത് കേൾക്കാത്ത പോലെ ആക്കിര. വഅമ അബ്സാറും, കണ്ണട കാഴ്ച അള്ളാഹു ഇല്ലാണ്ടാക്കിര എന്ന് ചൊന്നത്. അക്കൂട്ടര ലഅനത്ത് ചെയ്ത. അപ്പോൾ കുടുംബബന്ധം ഒരിക്കലും നല്ലാവില്ല, നല്ലതങ്ങ് ഉൾക്കൊള്ളില്ല, നല്ലതങ്ങ് കാണുകയില്ല. കാണുന്നു, പക്ഷെ അതിൽ നിന്ന് അങ്ങ് പാഠം ഉൾക്കൊള്ളില്ല, അങ്ങക്കത് ഉപകാരപ്പെടില്ല. അപ്പൊ നല്ലത് അങ്ങ് സ്വീകരിക്കും. അങ്ങനെ ഹൃദയം റെഡിയല്ല. അങ്ങനെ അല്ലാവണമെങ്കിൽ ഹറാമിൽ നിന്ന് ദൂരത്താവുക എന്നതും വേണം. അപ്പൊ ഇവിടെ കുടുംബബന്ധം ഒരിക്കലതിനെ സംബന്ധിച്ചായിട്ട് ഇതിൽ ചൊന്നത് ഒക്കാലത്താണ് ഏനാറായത്ത് നോക്കൂ. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. എന്തായിട്ട് അള്ളാഹുടൊട്ടുള്ളതായ ആ കരാറുടെ പൊലിക്കിടാലുമാർ. ആ കരാറുടെ ഉറപ്പിച്ചൽ പിന്നെ കരാറുടെ പൊലിക്കിടാണ്. അള്ളാഹുടൊട്ടികൾ ആ കരാറുടെ പൊലിക്കിടാൻ ചെന്നേന്ന് എന്തായിട്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ധിക്കരിച്ച് നടക്കിറങ്ങ എന്നർത്ഥം. അക്കൂട്ടർ വയഖ്തഊന മാ അമറല്ലാഹു ബിഹി, അള്ളാഹ് കൽപ്പിച്ചത് മുറിക്കലാണ്. അള്ളാഹ് ചേർക്കുക ചെന്നതിന് മുറിക്കലാണ്. അള്ളാഹ് ചേർക്കുക ചെന്ന എന്നത് എന്തായിട്ട് കുടുംബബന്ധം അള്ളാഹ് ചേർക്കുക ചെന്നതായിട്ട് അതായിട്ട് ഇങ്ങനെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ബന്ധം, സ്വാലിഹീങ്ങളോട്ടുള്ള ബന്ധം, നല്ല ആൾമാരോട്ടുള്ള ബന്ധം, അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്നല്ല ഈമാൻ ശരിപ്പെടുത്തുക, വിശ്വാസം ശരിപ്പെടുത്തുക, അതൊക്കെ അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇതിലെല്ലാം മുറിക്കിടങ്ങ അതിൽ കുടുംബബന്ധമുണ്ട്. വയഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ ഫസാദാക്കറൻ. ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. അനക്ക് എന്തരണ്ട്
അള്ളാഹുടെ ലയനത്തുണ്ട്, അനക്ക് മോശമായ വീടുണ്ട്. മോശമായ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അനക്ക് ദുനിയാവിലും എന്നെ മോശമായിട്ടിക്കട്, അങ്ങനെ ആക്കിപത്ത് മോശ. ആഖിറത്തിൽ നമുക്ക് ശിക്ഷയുണ്ട്. അല്ലോ ദുനിയാവിലും അങ്ങ് നല്ല നിലക്ക് മരിക്കുകയാവില്ല, ആഖിറത്തിൽ നമുക്ക് നരകമുണ്ട്, ശിക്ഷയുണ്ട്, ഖബറും രക്ഷപ്പെടില്ല. അള്ളാഹുടെ ലയനത്തുണ്ട് ഉണ്ടാക്കുന്നത്. അള്ള ചേർക്കുക ചെന്നതിരെ ചേർക്കാത്ത എങ്ങ് മുറിക്കലാണ്. അനക്ക് അള്ളാഹുടെ ലയനത്തുണ്ട് എന്ന് ഒക്കാലത്തല ഇനറായത്ത് കൊണ്ടുവന്നു. എന്തായിട്ടിക്കട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുക എന്നത് ഹറാമാണ്. കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് ഹറാമാണ്. അതിനെ ഗൗരവമായിട്ട് ഞങ്ങൾ വിവരിച്ചു പറ്റില്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് വന്ന ആയത്തുകളായിട്ട് കിട്ടിപ്പോൾ وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനാക്കിയ വിധിച്ചത് എന്തരെ? അള്ളാഹു മാത്രമേ ഇബാദത്ത് ചെയ്യണം. എന്നിട്ടോ അതാ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുമാ. മാതാപിതാക്കളിൽ നിന്ന് ഒരാൾ വയസ്സായിട്ട് നിന്റെ മുട്ടയ്ക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഔക്കിലാവും അല്ലെങ്കിൽ രണ്ടാളും വയസ്സായിട്ട് എനിക്ക് കിടത്തുന്നുണ്ടെങ്കിൽ, ഫലാ തഖുൽ ലഹുമ ഉഫ്ഫിൻ എന്നൊരു പലക പോലും ചുന്നു പോയിരണ്ട. വലാ തൻഹറുഹുമ, അങ്ങോട്ടും നീ വിരോധിച്ച് പലക്ക പറയാം, ഗൗരവത്തിൽ പലക്ക പറയണ്ട. ഖുൽ ലഹുമ ഖൗലൻ കരീമ, നല്ല പലക്കങ്ങളിട്ട് ചൊല്ലാണ്. വഖ്ഫിദ് ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ, റഹ്മത്ത് കരുണാങ്ങളൊട്ട് കൃപയോടുകൂടെ നല്ല താഴ്മയോടുകൂടെ നീ അങ്ക് അങ്ങോട്ട് പെരുമാറണം. അങ്ങനെ അങ്ക് വേണ്ട എല്ലാ വ്യവസ്ഥ ആക്കി കൊടുക്കണം. വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ, നീ ചൊല്ലണം എങ്ങനെ? റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. ദുആക്ക് അല്ലാഹു ഖുർആനിലൂടെ കൂടെ പഠിപ്പാട്ടില്ല. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. അങ്ങനെ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. ഞങ്ങത് ഗുണത്തീര, ഞങ്ങത് മറക്കത്തീര. മാതാപിതാക്കൾക്കുള്ള ദുആ, പടച്ചവനെ നാന്റെ ചെറിയ കൊമ്പത്തുക നല്ലിട്ട് എങ്ങനെയാവനാ അവന് കരുണ കാട്ടിയത്, അതേപോലെ നീ ഞങ്ങൾക്ക് കരുണ കാട്ടി എന്നുള്ളത്. ചെറിയ കൊമ്പത്തുക മൂത്രവീറ്റെങ്കിലും നജസായിക്കാൻ കണ്ടെങ്കിലും അതൊക്കെ ഇതിലെ മക്കൾ നല്ല കൊണ്ടട്ടാക്കി അതിൽ തോത്തി ക്ലീനാക്കി പൗഡറിട്ട് രണ്ടാമത് ശുദ്ധിയാക്കി നല്ല തുണിൽ പൊതിഞ്ഞിട്ട് അവൻ വീറ്റിയാക്കി വന്നിട്ട് വലിച്ചെറിഞ്ഞില്ല, ആ സമയത്ത് അടിച്ചില്ല, ജോറാക്കിയില്ല, കൊണ്ടട്ടാക്കിയിട്ട് നല്ല ആ കിടാവിടെ മുത്തിട്ട്, ആ കിടാവിടെ എത്ര നല്ല നിലക്ക് ഉമ്മ നോക്കിയോ ബാപ്പ നോക്കിയോ അതേപോലത്തെ കരുണ പടച്ചവനെ ഞങ്ങളുടെ കാട്ട്. അപ്പൊ അള്ളാഹുടെ റഹ്മത്ത് കിട്ടാൻ ഞങ്ങൾ ദ്വാരക്കല്. അള്ളാഹുടെ റഹ്മത്ത് കിട്ടിയെങ്കിൽ അങ്ങനെ നരകത്തെ ശിക്ഷ അങ്ങ് അനുഭവിക്കില്ല. ഞങ്ങൾ ചെറിയക്കുമ്പത്തി അങ്ങനെ ഞങ്ങളിട്ട് അങ്ങ ബാപ്പ ഉമ്മ കരുണ കാട്ടിട്ടാറ് പടച്ചവൻ അതുപോലെ നീ ഞങ്ങൾക്ക് കരുണ കാട്ടി എന്നുള്ള ഏറ്റവും വലിയ ദ്വായിട്ടികളുണ്ട്. അപ്പൊ മാതാപിതാക്കൾക്ക് ദ്വാരക്കോപേനായി പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പാട്ടില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാക്കുക, അങ്ങനെ ഇടങ്ങേറാക്കുക എന്നത് ഹറാമാണ്, അത് വലിയ ദോഷമാണ്. അങ്ങനെയുള്ള ആളുമാർക്ക് അല്ലാഹുവിന്റെ ലയനത്തിന്റെ അങ്ങനെ ആഖിബത്ത് മോശമാണ്. നരകായിട്ട് നിങ്ങൾക്ക് ശിക്ഷയായിട്ട് പിന്നെ കിട്ടുപോകേണ്ടത് അങ്ങ് അക്ക് ഉൾക്കൊള്ളില്ല, അങ്ങ് അക്ക് മനസ്സിലാവില്ല, ഹക്ക് അങ്ങ് കാണുകാവില്ല. അല്ലാഹുവിന്റെ ലയനത്ത് എനിക്കുണ്ട്. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലയനത്തുല്ലാഹി എഴുതി ചൊല്ലില്ലേ. അപ്പോൾ മാതാപിതാക്കളെ ഇടങ്ങേറാക്കണമെങ്കിൽ കുടുംബ ബന്ധം മുറിക്കണമെങ്കിൽ ഇത്രയും ശിക്ഷകളായിട്ടിക്കത് അതിനെ സംബന്ധിച്ചുള്ള അൻകുള്ളതായ ശിക്ഷകളെ സംബന്ധിച്ചിട്ട് ഈ ആയത്തുകളൊക്കെ ചൊല്ലാം. ഇൻഷാ അല്ലാഹ് ഇനി ആയത്തുകൾ പിന്നെ ഹദീസുകളായിട്ടിക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു നാല് മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയ ഞങ്ങളെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. ഹയാത്തുള്ള മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ മാതാപിതാക്കൾക്ക് എല്ലാവിധ സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹയാത്തിൽ നിങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹദീസ് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.